ലോകത്ത് അടുത്ത വർഷം ഇന്ധനവില വർദ്ധിക്കുമോ? നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ ചെലവ് കൂടുമോ എന്നുള്ള ആശങ്ക ഒരു വർഷത്തിൻ്റെ അവസാനത്തിൽ സ്വാഭാവികമായും നമുക്കൊക്കെ ഉണ്ടാകും. ഇന്ധനവില അടുത്ത വർഷം കൂടുമെന്ന സൂചന തന്നെയാണ് അബുദാബിയിൽ നടന്ന അന്താരാഷ്ട്ര പെട്രോളിയം സമ്മേളനം പങ്കുവച്ചത്. അതേസമയം പരമ്പരാഗത ഊർജ്ജ മേഖലയിലേക്കുള്ള മാറ്റം അതിന് വേഗത പോരാ എന്നും സമ്മേളനം വിലയിരുത്തി. അഡിപെക് ഒരു പ്രദർശനമേള മാത്രമല്ല, ഊർജ്ജോൽപാദന രംഗത്തെ പുതിയ സാങ്കേതിക വിദ്യകളും മാറ്റങ്ങളും സമ്മേളനം പ്രദർശിപ്പിക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് എന്നത് ശരി തന്നെ. പക്ഷേ അതിനുമപ്പുറം പെട്രോളിയം രംഗത്തെയും പാരമ്പര്യേതര ഊർജ്ജ രംഗത്തെയും മാറ്റങ്ങളും ആശങ്കകളും രേഖപ്പെടുത്തുകയാണ് സമ്മേളനം. ഉദ്ഘാടന ചടങ്ങ് മുതൽ ഓരോ കോൺഫറൻസും ചർച്ച ചെയ്തത് ഈ മാറ്റങ്ങളും ഭാവിയിലെ സാധ്യതകളും ആശങ്കകളും തന്നെയാണ്. UAE വൈസ് പ്രസിഡന്റും ഉപപ്രധാനമന്ത്രിയും പ്രസിഡൻഷ്യൽ കോർട്ട് ചെയർമാനുമായ ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ് അൽ നഹ്യാനാണ് മേള ഉദ്ഘാടനം ചെയ്തത്. ആഗോള ഊർജ്ജ മേഖലയിലെ പ്രമുഖർ പ്രദർശനത്തിൽ പങ്കെടുത്തു. This is where facts come into focus. Ideas meet investment, and the future of energy is not just debated. In fact, it is defined. ഇന്ധന വിലയിടിവ് നിയന്ത്രിക്കാനുള്ള നടപടികളുടെ ഭാഗമായി ഒപെക് പ്ലസ് രാജ്യങ്ങൾ ഉൽപാദനത്തിൽ വരുത്തിയ നിയന്ത്രണം വിവിധ ഘട്ടങ്ങളിൽ സജീവ ചർച്ചയായി. റഷ്യൻ എണ്ണ വിപണി നേരിടുന്ന വെല്ലുവിളികളായിരുന്നു മറ്റൊരു സജീവ ചർച്ച. അടുത്ത വർഷം പെട്രോൾ ഡീസൽ ഉപയോഗം വർദ്ധിക്കുമെന്നാണ് അഡിപെക് വിലയിരുത്തിയത്. ഉൽപാദനത്തിൽ പ്രതിദിനം 16.5 ലക്ഷം ബാരൽ വെട്ടിക്കുറയ്ക്കാൻ 2023 ഒപെക് പ്ലസ് രാജ്യങ്ങൾ തീരുമാനിച്ചിരുന്നു. 8 ഒപെക് പ്ലസ് രാജ്യങ്ങൾ ചേർന്ന് ഡിസംബറിൽ പ്രതിദിനം 1.37 ലക്ഷം ബാരൽ വർദ്ധിപ്പിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ 2026 ആദ്യപാദത്തിൽ ഉൽപാദനം വീണ്ടും നിയന്ത്രിക്കും. ഇതോടെ ഇന്ധനവിലയിൽ നേരിയ വർധന അടുത്ത വർഷം ആദ്യമുണ്ടായേക്കും. എന്നാൽ വിപണിയിൽ ഡിമാൻഡ് കൂടുമെങ്കിലും വലിയ സർപ്രൈസുകൾ പ്രതീക്ഷിക്കുന്നില്ലെന്നായിരുന്നു ഒപെക് സെക്രട്ടറി ജനറൽ ഹൈതം അൽ ഖൈസിന്റെ അഭിപ്രായം. ഒപെക് പ്ലസ് അംഗരാജ്യമായ റഷ്യക്കെതിരെ പാശ്ചാത്യ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ ഉപരോധവും റഷ്യയുടെ മുൻനിര നിർമ്മാതാക്കളായ റോസ്നെഫ്റ്റ്, ലൂക്കോയിൽ എന്നിവയ്ക്കെതിരെ US-ഉം ബ്രിട്ടനും എടുത്ത നടപടികളും അഡിപെക്കിൽ ചർച്ചയായി. എണ്ണവില ഉയർത്താൻ കഴിയാത്ത സാഹചര്യം റഷ്യ പങ്കുവച്ചു. വരും മാസങ്ങളിൽ പ്രതിസന്ധി നേരിടാമെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ വിപണിയിൽ ഊർജ്ജ ആവശ്യം കൂടുമെന്ന് UAE മന്ത്രി സുൽത്താൻ അൽ ജാബിർ പറഞ്ഞു. 172 രാജ്യങ്ങളിൽ നിന്നായി 2,39,709 പേരാണ് ഇത്തവണ മേളയ്ക്ക് എത്തിയത്. 2250 കമ്പനികളും വ്യവസായ, നിക്ഷേപം, സാങ്കേതികവിദ്യ, നയരൂപീകരണ രംഗങ്ങളിൽ നിന്നുമുള്ള വിദഗ്ധരും മേളയിൽ പങ്കെടുത്തു. വിവിധ മേഖലകളിൽ നിന്നായി 1800 പ്രഭാഷകരാണ് മേളയ്ക്കെത്തിയത്. 35,000-ഓളം കരാറുകൾ മേളയിൽ ഒപ്പുവെച്ചു. 17,000 കോടിയോളം ദിർഹത്തിന്റെ ഇടപാടുകളാണ് മേളയിൽ ഉണ്ടായത്. കോൺഫറൻസിൽ പങ്കെടുക്കാൻ അമേരിക്കൻ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയും നാഷണൽ എനർജി കൗൺസിൽ ചെയർമാനുമായ ഡോഗ്ലസ് ബർഗം അടക്കമുള്ളവർ എത്തിയിരുന്നു. ഓരോ രാജ്യങ്ങളും പുതിയ പരീക്ഷണങ്ങളും നിക്ഷേപ സാധ്യതകളും പങ്കുവച്ചു. എല്ലാ വർഷവും നമ്മൾ പങ്കെടുക്കാറുണ്ട്. നമ്മുടെ കമ്പനി പാർട്ടിസിപ്പേഷൻ ഉണ്ട്. വേൾഡിലുള്ള എല്ലാ കൺട്രികളുടെയും ഒരു റിപ്ലിക്ക ഇവിടെയുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പുതിയ ടെക്നോളജികൾ, പുതിയ ഇന്നോവേറ്റീവായിട്ടുള്ള ഐഡിയാസ്, പുതിയ ടൂൾസ്, ഓയിൽ ഫീൽഡായിട്ട് ബന്ധപ്പെട്ടതും അല്ലാത്തതും നമുക്ക് കാണാനും മനസ്സിലാക്കാനും നമുക്ക് പർച്ചേസ് ചെയ്യാനും ഒക്കെയുള്ളൊരു സുവർണാവസരമാണ്. ഇന്ത്യയുടെ ശക്തമായ സാന്നിധ്യം ഇത്തവണ എടുത്തു പറയേണ്ടത് തന്നെയാണ്. പൊതു സ്വകാര്യ മേഖലകളിലെ 150-ലധികം കമ്പനികൾ ഇന്ത്യൻ പവലിയനെ സമ്പന്നമാക്കി. UAE-യിലെ ഇന്ത്യൻ സ്ഥാനപതി ദീപക് മിത്തലാണ് ഇന്ത്യൻ പവലിയൻ ഉദ്ഘാടനം ചെയ്തത്. പെട്രോളിയം മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. പുനരുപയോഗ ഊർജ്ജം, ഡിജിറ്റൽ സേവനം, കാർബൺ കുറയ്ക്കാനുള്ള സാങ്കേതിക വിദ്യകൾ തുടങ്ങിയവ ഇന്ത്യ പരിചയപ്പെടുത്തി. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, എഞ്ചിനീയേഴ്സ് ഇന്ത്യ ലിമിറ്റഡ്, ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ, ഹിന്ദുസ്ഥാൻ പെട്രോളിയം തുടങ്ങിയവയായിരുന്നു പവലിയനിലെ പ്രധാന പങ്കാളികൾ. We've been from the India Pavilion and we showcase our country India, and we from Indian companies we have also known other companies who are related to oil drilling industry which would not be possible from India as it is a common platform outside India, and we have shared our contacts and we look forward to do business in India as well from them.
തോന്നുന്നു എല്ലാ രാജ്യത്തിലെ ആൾക്കാരും ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ കമ്പനിയും ഇതിൻ്റെ ഒരു പാർട്ടായിട്ട് ഇവിടെ ഉണ്ട്. ഞങ്ങളൊരു 2 ചൈനീസ് കമ്പനിയുടെ ലോക്കൽ ഏജൻറ്റാണ് ഇവിടെ അബുദാബിയിൽ. ഇവിടെ വന്ന് കാണുമ്പോൾ ഈ ലോകത്തുള്ള ജനങ്ങൾ കംപ്ലീറ്റ് ഇവിടെ വന്നിട്ട് ഇത് പബ്ലിക്കിന് ഇവിടെയുള്ള എല്ലാ ബിസിനസ് ആൾക്കാർക്കും വളരെ ഉപയോഗപ്രദമാണ്. ഇവിടെ വന്ന് കാണുന്ന എല്ലാ ആൾക്കാർക്കും ഈ ലോകത്തുള്ള എല്ലാ എക്യുപ്മെൻസും ഇവിടെ ഉണ്ട്. LNG ഇറക്കുമതി, UAE പങ്കാളിത്തമുള്ള സംയുക്ത സംരംഭങ്ങൾ, ഹൈഡ്രജൻ സാങ്കേതിക സഹകരണം എന്നിവയിലാണ് ഇന്ത്യൻ സംഘം ഇത്തവണ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. കാർബൺ ബഹിർഗമനം കുറയ്ക്കാനുള്ള ഇന്ത്യയുടെ പങ്കാളിത്തം അനിവാര്യമാണെന്ന് ഉദ്ഘാടന സെഷനിൽ അഡ്നോക് CEO ഡോക്ടർ സുൽത്താൻ അഹമ്മദ് അൽ ജാബിർ പറഞ്ഞത് ഇന്ത്യയുടെ പ്രാധാന്യം എടുത്തു കാട്ടുന്നതാണെന്ന് സ്ഥാനപതി ഡോക്ടർ ദീപക് മിത്തൽ അഭിപ്രായപ്പെട്ടു. ഊർജ്ജ മേഖലയിലെ ഏറ്റവും വലിയ സമ്മാനത്തുകയുള്ള $10 ലക്ഷം ഹ്യൂമൻ എനർജി ഹെൽത്ത് ആൻഡ് വെൽബീയിങ് അവാർഡ് മേളയിൽ സമ്മാനിച്ചു. ഊർജ്ജ മേഖലയിലെ തൊഴിലാളികളുടെ ശാരീരിക മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്താനുള്ള സർവകലാശാലയുടെ നൂതന ആശയങ്ങൾക്കാണ് അംഗീകാരം. ബുർജിൽ ഹോൾഡിംഗ്സും റെസ്പോൺസ് പ്ലസ് ഹോൾഡിംഗ്സും ചേർന്ന് പ്രൊമത്യൂസ് മെഡിക്കൽ ഇന്റർനാഷണലിന്റെ സഹകരണത്തോടെയാണ് അവാർഡ് സമ്മാനിച്ചത്. ബുർജിൽ ഹോൾഡിംഗ്സ് സ്ഥാപകനും ചെയർമാനുമായ ഡോക്ടർ ഷംസീർ വയലിൽ, RPM ചെയർമാൻ ഒമറാൻ അൽ ഖൂരി എന്നിവരുടെ സാന്നിധ്യത്തിൽ UAE വ്യവസായ അഡ്വാൻസ്ഡ് ടെക്നോളജി മന്ത്രി ഡോക്ടർ സുൽത്താൻ അൽ ജാബിർ പുരസ്കാരം വിതരണം ചെയ്തു. ഹ്യൂമൻ എനർജി അവാർഡ് കഴിഞ്ഞ അഡിപെക്കിൽ അനൗൺസ് ചെയ്ത ഡോക്ടർ ഷംസീർ വയലിൽ എനർജി സെക്ടറിലുള്ള ആൾക്കാർക്ക് അവരുടെ മെന്റൽ ഹെൽത്തും വെൽനസും എങ്ങനെ നമുക്ക് നന്നാക്കാൻ പറ്റും, എന്തെല്ലാം ഗ്ലോബൽ ഇനിഷ്യേറ്റീവ്സ് ഉണ്ട്, ബാക്കിയുള്ള നാട്ടുകാർ, ബാക്കിയുള്ള കമ്പനീസ് അവരുടെ വെൽനസ് പ്രോഗ്രാംസ് എന്താ, ഒരു ഇന്റർനാഷണൽ പാനൽ ഞങ്ങൾ വിളിച്ചു. കമ്പനീസിന്റെ എല്ലാവരുടെയും വെൽനസ് പ്രോഗ്രാംസ് അസസ് ചെയ്ത് ലോകത്തെ വെച്ച് ഏറ്റവും നല്ലത് ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാനാണ്. സൗരോർജ്ജം, വിൻഡ് എനർജി, തിരമാലകളിൽ നിന്നുമുള്ള വൈദ്യുതി ഉൽപാദനം തുടങ്ങി പാരമ്പര്യേതര ഊർജ്ജ മേഖലകളിലെ മാറ്റങ്ങളും വെല്ലുവിളികളും ചർച്ചയായി. പരമ്പരാഗത ഊർജ്ജ സ്രോതസ്സുകളും പാരമ്പര്യേതര മേഖലകളും ചേർത്തുള്ള യാത്രയാണ് പുതിയ കാലത്തിന് ആവശ്യമെന്ന് അഡിപെക് വിലയിരുത്തി.